ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഷോട്ട്. ഉഗ്രൻ. താങ്ക് യു. എനിക്ക് മനസ്സിലായില്ല. ഞാൻ താങ്കളുടെ ഒരു ഫാനാണ്. ഐ സി. പക്ഷെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ 1-2 വർഷമായി വിദേശത്തൊക്കെ ആയിരുന്നു. അതിനു മുൻപ് ഞാൻ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്. സാറിന്റെ കളി കണ്ട് അതിശയിച്ചിട്ടുണ്ട്, അഭിനന്ദിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല. മാത്രമല്ല ഞാൻ ഈ ക്ലബ്ബിൽ മെമ്പറായിട്ട് 6 മാസമേ ആയുള്ളൂ. ആയിരിക്കാം. അപ്പോ 2 വർഷം മുമ്പ് ഞാൻ സാറിന്റെ കളി കണ്ടിട്ടുള്ളത് ഇവിടെ വെച്ചായിരുന്നു. YMCA? എക്സാക്ട്ലി. ഞാൻ അന്നേ പറഞ്ഞിരുന്നു, സാറിന്റെ ആ സ്പെഷ്യൽ ബാക്ക് കോർട്ട് സ്മാഷ് ഉണ്ടല്ലോ, മുഖസ്തുതിയല്ല, ഇവാൻ ലണ്ടലിന്റെ തനി പകർപ്പാ. താങ്ക് യു. യുവർ ഗുഡ് നെയിം? ഐ ആം വിശ്വനാഥ്. ഞാൻ എന്നും ടെന്നീസിന്റെ ഒരു ആരാധകനായിരുന്നു. ജപ്പാനിലായിരുന്നപ്പോ വോൾവോ ടൂർണമെന്റിൽ വെച്ചാണ് ലണ്ടലിനെയും മെക്കൻറോയെയും ഞാൻ ആദ്യം കാണുന്നത്. ബോറിസ് ബക്കറിന് കൺസിസ്റ്റൻസി ഇല്ല. പാറ്റ് കാഷ് ഒരു ഫ്ലൂക്കാണ്. യു സെഡ് ഇറ്റ്. ഞാൻ സാറിന്റെയും ടെന്നീസിന്റെയും ഫാനാ. മുറ്റത്തെ മുല്ലക്ക് മണമില്ല. സത്യം പറയാലോ, ഇന്ത്യയിലെ ആളുകളെയും ഇവിടുത്തെ സാധനങ്ങളെയും നമ്മുടെ ആളുകൾക്ക് മതിപ്പില്ല. ലോകത്തിലെ എല്ലാ മാർക്കറ്റുകളിലും ഇന്ത്യൻ സാധനങ്ങളൊക്കെ ചൂടപ്പം പോലെ വിറ്റഴിയും. യെസ്, ഐ നോ. ഞാൻ പല വിദേശ രാജ്യങ്ങളിലും കറങ്ങിയിട്ടുണ്ട്, പലതും കണ്ടിട്ടുണ്ട്. സാറ് നോക്കണം, ഇതൊരു ഇന്ത്യൻ സാധനമാ. ഇത്രയും ക്വാളിറ്റിയുള്ള ഒരു ഷൂ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. മൊണിക്ക ഷൂസ്. ഞാൻ ജപ്പാനിലെ മിഹോ ഒഹാമയിൽ ഷൂ കമ്പനി മാനേജരായിരുന്നു. അവരുടെ ഷൂ ഇത്രയും വരില്ല. ആരാണ് സർ ഈ മൊണിക്ക ഷൂസിന്റെ ആളുകൾ? എന്തോ അതിരിക്കട്ടെ. ജപ്പാനിലെ മിഹോ ഒഹാമ. ഒഹാമെന്ന് വിട്ടോ? വിട്ടു. എസ്റ്റേറ്റ് നോക്കണമെന്ന് പറഞ്ഞ് അച്ഛൻ ഭയങ്കര നിർബന്ധം. മിഹോക്കാര് കരഞ്ഞുകൊണ്ടാ യാത്ര അയച്ചത്. കമ്പനിയെ ഞാൻ അത്രമാത്രം ഉയർത്തി വിട്ടതാണേ. എസ്റ്റേറ്റ് മടുക്കുമ്പോ ഒരു ഷൂ കമ്പനി ആരംഭിക്കണമെന്നുണ്ട്. ചൈനീസ് ലെതർ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു ലൈസൻസ് എന്റെ ഒരു സുഹൃത്തിന്റെ കയ്യിൽ വെറുതെ ഇരിപ്പാണേ. ഓഹോ, അദ്ദേഹം ഇമ്പോർട്ട് ചെയ്യാറില്ലേ? അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് പോയി. എനിവേ, നൈസ് മീറ്റിംഗ് യു. മിസ്റ്റർ വിശ്വനാഥ്, ഇനി ഞാൻ സത്യം പറയാം. മൊണിക്ക ഷൂസിന്റെ പ്രൊപ്പറേറ്ററാണ് ഞാൻ. ഈസ് ഇറ്റ്? യെസ്. നിങ്ങൾ എന്റെ ഒരു ഫാൻ ആണല്ലോ. യെസ്. അപ്പൊ എന്റെ ഒരു റിക്വസ്റ്റ് പരിഗണിക്കണം. തീർച്ചയായും. താങ്കൾ എന്റെ കമ്പനിയെ ഒന്ന് സഹായിക്കണം. എങ്ങനെ? കുറച്ചു കാലത്തേക്ക് എന്റെ കമ്പനി മിസ്റ്റർ വിശ്വനാഥൻ മാനേജ് ചെയ്യണം. അത് എസ്റ്റേറ്റ് അച്ഛൻ. നോ നോ, പ്രോമിസ് ഈസ് എ പ്രോമിസ്. സി, യു ആർ എ ഫാൻ ഓഫ് മൈൻ. ആ ഇമ്പോർട്ട് ലൈസൻസ് എനിക്ക് വാങ്ങിത്തരണം. ചൈനീസ് ലെതർ ഇമ്പോർട്ട് ചെയ്താൽ ഞാൻ രക്ഷപ്പെട്ടു. അല്ല, നമ്മൾ രക്ഷപ്പെട്ടു. അത് ലൈസൻസ് വാങ്ങിച്ചു തരാം, പക്ഷേ ജോലി. നോ, യു ആർ അപ്പോയിന്റഡ്. ഹലോ. യെസ് സർ, കമ്മിങ്. മുകുന്ദൻ ഇവിടുത്തെ ഒരു വിശ്വസ്തനായ ജോലിക്കാരനായോണ്ട് ഞാൻ സത്യം പറയാം. ചൈനീസ് ലെതർ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു ലൈസൻസ് അയാളുടെ കസ്റ്റഡിയിലുണ്ട്. അത് ശരിപ്പെട്ട വി ക്യാൻ കോമ്പീറ്റ് വിത്ത് എനി അതർ കമ്പനി. സർ, പക്ഷേ ആ ലൈസൻസ്. യെസ്, കം ഇൻ. ഗുഡ് മോർണിംഗ് സർ. ഹലോ സർ. അല്ല, നീ ഇദ്ദേഹം ആരാണ് സർ? ദിസ് ഈസ് മിസ്റ്റർ മുകുന്ദ കൃഷ്ണകർത്ത. നമ്മുടെ ഇവിടുത്തെ വളരെ എഫിഷ്യന്റ് ആയ ഒരു എംപ്ലോയി ആണ്. ഞങ്ങൾ വെരി പ്ലീസ് ടു മീറ്റ് യു മിസ്റ്റർ കർത്ത. മിസ്റ്റർ വിശ്വനാഥ്, എങ്ങനെയൊക്കെ നമ്മുടെ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് താങ്കൾ വേണം നിർദ്ദേശിക്കാൻ. വിശദമായ റിപ്പോർട്ട് എനിക്ക് തരണം. ഓ യെസ് സർ, ഷുവർ ഷുവർ. പിന്നെ എത്രയും വേഗം ഇമ്പോർട്ട് ലൈസൻസ്. ഐ വിൽ മേക്ക് അറേഞ്ച്മെന്റ് സർ. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഇത് നിങ്ങളുടെ കമ്പനിയാണ്, ഇവിടുത്തെ വർക്കേഴ്സിന്റെ കമ്പനിയാണ്. സർ, സർ, നൗ യു മേ ഗോ. ഹലോ. വിശ്വ എന്താ ഇത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ ഇത്? ഇതാണോ നിന്റെ കൂടിക്കാഴ്ച? ബോംബെ, ഡൽഹി, കൽക്കട്ട, ബംഗാൾ. എടാ, ഞാൻ വർക്ക് ചെയ്യുന്ന ഈ കമ്പനിയോട് എനിക്ക് ആത്മാർത്ഥതയുണ്ട്. ആ നല്ല മനുഷ്യന്റെ ദൗർബല്യങ്ങൾ ചൂഷണം ചെയ്യാനാണ് നിന്റെ പുറപ്പാട്. നീ എന്നാണ് ജപ്പാനിൽ പോയത്? നീ ഏത് ഷൂ കമ്പനിയാണ് വർക്ക് ചെയ്തത്?
എടാ ചൈനീസ് ലെതർ ഇമ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസ് ബാറ്റയ്ക്കും കറോണയ്ക്ക് പോലും കൊടുത്തിട്ടില്ല. ഈ വഞ്ചന ഞാൻ സഹിക്കില്ല, ഒരു കാലത്ത് സഹിക്കില്ല. കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. എല്ലാ സത്യങ്ങളും ഞാൻ മുതലാളിയോട് വെട്ടി തുറന്ന് പറയാൻ പോവാണ്. എന്നാ ചെല്ല്, ചെന്ന് വെട്ടി തുറക്ക്. ആ. ഞാനും തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ഡ്രൈവറുടെ ഭാര്യക്ക് പ്രേമലേഖനം എഴുതിയ കാര്യം ഞാനും വെട്ടി തുറന്ന് പറയാൻ പോവാണ്. എടാ ചെല്ല്, ചെന്ന് പറഞ്ഞോളാൻ. പ്രേമലേഖനം അത് ഇതുപോലാണോ? ജപ്പാനിലും കുപ്പാനിലും ഒന്നും ഞാൻ പോയിട്ടില്ല, സത്യം തന്നെ. പക്ഷേ ഇമ്പോർട്ട് ലൈസൻസിന്റെ കാര്യം പറഞ്ഞത് വെറും പരമാർത്ഥമാണ്. ഇനി മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം ഞാൻ പറയട്ടെ. നിന്റെ ഭാവിക്ക് വേണ്ടിയാണ് ഞാൻ ഈ കമ്പനിയിൽ കയറി കൂടിയത്. അതെങ്ങനെ? എന്റെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഇനി നിന്റെ ഭാവി, നിന്റെ പ്രൊമോഷൻ. ഇമ്പോർട്ട് ലൈസൻസ് കൊടുത്താലുണ്ടല്ലോ, നിന്റെ MD ഞാൻ പറയുന്നതൊക്കെ പട്ടിയെ പോലെ അനുസരിക്കും. അയ്യോ, എനിക്ക് പ്രൊമോഷൻ ഒന്നും വേണ്ട. ദയവ് ചെയ്ത് നീ ഈ കമ്പനിയെ വെള്ളത്തിലാക്കരുത്. നീ എന്ത് വിട്ടിത്താടായി പറയുന്നത്? ഈ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നിനക്കറിയാം. ആദ്യം നീ എനിക്കൊരു റിപ്പോർട്ട് ഉണ്ടാക്കിത്താ. ഒരു അപകടവും ഇല്ലാത്ത രീതിയിൽ ബാക്കി ഞാൻ മാനേജ് ചെയ്തോളാം. വിശ്വ, നീ എന്താ ഈ പറയുന്നത്? മുകുന്ദ, മുകുന്ദ, എല്ലാം നിനക്ക് വേണ്ടിയാണ്ട, നിനക്ക് വേണ്ടി മാത്രം. എഴുന്നേക്ക്, വാ. നമ്മുടെ കമ്പനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കണ. നമ്മുടെ MDക്ക് കൊടുക്കാൻ വേണ്ടി മനോഹരമായ റിപ്പോർട്ട് ഉണ്ടാക്കിത്താ. ചെല്ല്. മുകുന്ദന്റെ മേലെയാണത്ര അവന്റെ ഉദ്യോഗം. മുകുന്ദൻ ആ കമ്പനി സ്ഥിരമായത് എന്നെ ഈയിടെയാ. ആ കുട്ടിയുടെ ഒരു പെരുമാറ്റവും ആളുകളോടുള്ള ഇടപെടലും. 2000-ന് മേലെയാണത്ര ശമ്പളം. അവന്റെ സാമർത്ഥ്യം എടുക്കും കണ്ടിട്ട് തന്നെയാ. ഇല്ലാണ്ട് ആരെങ്കിലും 2000 ഒക്കെ ശമ്പളം കൊടുക്കൂ? അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്നാ? അല്ല, ഞാൻ പറയുമായിരുന്നു, പ്രായപൂർത്തിയായ പെൺകുട്ടികളുള്ള അച്ഛന്മാരൊന്നും ഇങ്ങനെയല്ല. അന്വേഷിച്ച് ഇങ്ങോട്ട് വരാൻ നമുക്കെന്താ ഉള്ളത്? നാട്ടിലുള്ള വീടും പറമ്പും ഒക്കെ വിറ്റിട്ടല്ലേ ഇത് വാങ്ങിയത്? ദേ, അവളുടെ പേരിൽ ബാങ്ക് കെട്ടിട്ടുള്ള കാശിന്റെ പലിശ കൊണ്ട് ജീവിച്ചൊക്കെ മതി. നീ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? നിനക്ക് മാത്രമല്ല, മോളെ പറ്റി എനിക്കുമുണ്ട് വിചാരമൊക്കെ. ചിലതൊക്കെ ആലോചിച്ചിട്ടുമുണ്ട്. ഉവ്വ്, ആലോചിച്ചൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇത് പറ. ഏത്? നീ അടുക്കള ചെന്ന് വല്ല പാത്രം വെച്ചോണ്ട് കരി വെക്ക്. മനുഷ്യന് സ്വൈരം തരില്ല. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു. ഒരാഴ്ചയൊക്കെ ഒന്നാണ്. ഒന്നുമില്ല സാർ, സോറി സാർ. പക്ഷേ ഒന്നുമില്ല. റിപ്പോർട്ട് എഴുത്ത് കാരണം നേരം വൈകി. കമ്പനിയുടെ കാര്യമായതുകൊണ്ട് മാത്രമാ. മുകുന്ദ, ഇപ്പോഴും നിനക്ക് എന്നെ വിശ്വാസമില്ലേ? എല്ലാം നിന്റെ നന്മക്ക് വേണ്ടി ആയിരുന്നെന്ന് ഒടുവിലെങ്കിലും നീ മനസ്സിലാക്കും. എന്തോ ആവട്ടെ. ഇതോ ആ പ്രാന്തം വെളി വന്നിപ്പുണ്ട്. നീ അങ്ങോട്ട് അവനെ പറഞ്ഞു വിട്ടെ. ആര്? സുരേന്ദ്രനോ? ആ ഏത് ഇന്ദ്രനോ? ഒരാഴ്ച കഴിഞ്ഞെന്നോ ഒരാഴ്ചക്കകമെന്നോ എന്തൊക്കെ അവൻ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവില്ലല്ലോ. ഇന്നാളവൻ എന്നോട് പറയാ അവനാണ് ഇപ്പൊ അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന്. ഞാൻ സമ്മതിച്ചു കൊടുത്തു. അല്ലാതെ എന്ത് ചെയ്യാൻ? അങ്ങനെ വല്ലോ അവൻ പറയുകയാണെങ്കിൽ നീയും സമ്മതിച്ചു കൊടുത്താൽ മതി. പാവം ഭ്രാന്തനല്ലേ. പിന്നെ ഭ്രാന്തന്മാരോട് തർക്കിക്കാൻ നിന്നാല് അവർ വയലന്റ് ആവും, പ്രശ്നമാവും. അതിന്റെ ആവശ്യം നമുക്കില്ലല്ലോ. വിശ്വനാഥ് ഹിയർ. യെസ് യെസ് സർ, യെസ് സർ. റിപ്പോർട്ട് റെഡിയാണോ? ഒന്ന് MDയാ. ഓ, വളരെ വിശദമായ റിപ്പോർട്ടാണല്ലോ. കാര്യങ്ങൾ പഠിക്കാൻ വളരെ കുറച്ച് സമയമേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രിയിലൊക്കെ ഉറങ്ങാതിരും തയ്യാറാക്കിയതാണ് സർ. വെരി ഗുഡ്. താങ്ക് യു. ഞാൻ ഫ്ലാറ്റർ ചെയ്യുകയല്ല. ഒരുപാട് കാലം ഈ കമ്പനി ജോലി ചെയ്ത ഒരാൾക്ക് ഇത്രയും വിപുലമായ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റൂ? അത് ശരിയാണ് സർ, അത് ശരിയാണ്. ഇറ്റ് ഈസ് റിയലി റിമാർക്കബിൾ. താങ്ക് യു വെരി മച്ച്. അല്ല, ഞാനേ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് വിശ്വനാഥിനെ വിളിക്കാം. താങ്ക് യു. വിശ്വം, ഇമ്പോർട്ട് ലൈസൻസ് ഉടനടി വേണം. ഇനി ഒട്ടും വൈകിക്കൂടാ. സാർ അറിഞ്ഞില്ലേ, ഇവാൻ ലണ്ടൽ മാസ്റ്റേഴ്സ് ടൂർണമെന്റിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഫൈനൽ TV-യിലുണ്ട്. സാർ കാണണം. നമുക്ക് പല പുതിയ ടെക്നിക്കുകളും പഠിക്കണ്ടേ? അല്ല, അതുപോട്ടെ, നിങ്ങളെ ലൈസൻസിന്റെ ആളെ നാളെ തന്നെ വിളിച്ചോണ്ട് വരണം. വൈകിയാ ശരിയാവില്ല. അതുകൊണ്ടാ. ഇനി വൈകില്ല സാർ, വൈകില്ല.
10 മുതൽ എന്റെ കാര്യം ഒരാഴ്ചക്കകം സോറി സാർ, പക്ഷെ ഇനി ഇങ്ങനെ വൈകിയാൽ കാര്യം സാർ സാർ ഞാൻ പറയുന്നൊന്ന് കേൾക്കണം സാർ. സാർ 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 ഇതൊന്ന് കേട്ടെ സാർ, പ്ലീസ് സാർ. ഇതെന്താ ഈശ്വരൻ ഇങ്ങനെ?